ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ മിനിയാന്ന് കണ്ണൂരിലേക്ക് 2 ദിവസം മുന്നേ കണ്ണൂരിലേക്ക് ഒരു 3.5 കിലോ അപ്പം റെഡിയാക്കിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. സൊറോട്ടയെ, പൊരിയപ്പം, നെയ് കേക്ക്, നെയ്യട, അങ്ങനെ 2-3 തരം അപ്പം അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നെയ് കേക്ക്, ഇതാണ് ഈ നെയ് കേക്ക്. ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് 1.5 കിലോ നെയ് കേക്കാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. 1.5 കിലോ നെയ് കേക്കിന് വേണ്ടിയിട്ട് 1 കിലോ മൈദയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡാൽഡ, നെയ്യും കൂടി വേണം അതിലേക്ക്. പിന്നെ പഞ്ചസാര. അപ്പോൾ 200 ഗ്രാമിൻ്റെ ഡാൽഡയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ചൂടാക്കിയിട്ട് അതിലേക്ക് പഞ്ചസാര ഒഴിച്ച് കൊടുക്കുന്നതാണ്. അതേ ചൂടിൽ തന്നെയല്ല, ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷമാണ് പഞ്ചസാര ഒഴിച്ച് കൊടുക്കുന്നത്. അത് പഞ്ചസാര പൊടിച്ചിട്ടായെങ്കിൽ മതി, ഷുഗറാണ് കേട്ടോ. ഇത് പൊടിച്ചിട്ട് കൊടുത്തെങ്കിൽ നല്ലത്. ഞാൻ പഞ്ചസാര ഇടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിനെ ചൂടിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പാടില്ല. ചൂട് കുറച്ച് ആറിയതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മൈദേനെ നല്ല പങ്ങളെ കുഴച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ ഞാൻ കുഴച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ നല്ല പങ്ങളെ കുഴച്ചെടുക്കുക, കുറേ ടൈം കുഴച്ചെടുക്കുക. ഈ പരുവത്തിലാണ് ഇത് ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ 1.5 കിലോന് അപ്പത്തിനുള്ള പരുവാണ് ഇതിലുള്ളത്. 1.5 കിലോന് 1 കിലോ മൈദയാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 1 കിലോ മൈദയിൽ 1.5 കിലോ അപ്പം വരെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം കുഴച്ചെടുക്കുക. ഈ പരുവത്തിലായിട്ട് ഇത് ഉണ്ടാകുന്നത്. മാക്സിമം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുഴച്ചെടുത്തിട്ട് നല്ല പങ്ങല കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നല്ലോണം കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതേപോലെ കുഴച്ചെടുക്കട്ടെ. എന്നിട്ട് നല്ല ചപ്പാത്തി പോലെ ബോൾസ് ആക്കി ഇതുപോലെ പരത്തിയെടുക്കുക. മൈദപ്പൊടിയൊന്നും വിതറുന്നില്ല, വെറുതെ തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കല, പരത്തി കൊടുക്കലാണ് കേട്ടോ. നല്ലോണം തിക്കില്ല, നൈസായിട്ടല്ല. ഈ ഒരു പരുവത്തിൽ നിങ്ങൾ പരത്തിയെടുക്കുക. നല്ല പങ്ങല പരത്തിയെടുക്കണം കേട്ടോ. കാരണം ഇത് പൊട്ടിപ്പോവാനുണ്ട്. നല്ല സൂക്ഷിച്ചുണ്ടാക്കിയില്ലെങ്കിൽ എണ്ണക്കിടുമ്പോൾ പൊട്ടിയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ഇത് ഉണ്ടാക്കുക. പിന്നെ ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് കട്ടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ മൈദേൻ്റെ മാവൊക്കെ ഞാൻ ഇതുപോലെ പരത്തിയിട്ട് സ്ക്വയർ ആക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ എനിക്ക് വീഡിയോ കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോട്ടോ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ നെയ് കേക്കെല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ടാക്കിയെടുത്ത നെയ് കേക്കിന് ഞാൻ ചെറിയ സ്റ്റൗവിൽ ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് എണ്ണക്കിട്ടിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ പൊരിച്ചെടുത്തത്. അപ്പോൾ 250 ഗ്രാം ആയിട്ടാണ് നമ്മൾ വെയിറ്റ് നോക്കിയിട്ടിടുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ചെറിയ തീയിൽ തന്നെ ഇത് പൊരിച്ചെടുക്കണം. കാരണം നല്ല തീയിലിട്ട് പൊരിച്ചെടുക്കുന്നത് ഇത് കരിഞ്ഞു പോകും, പൊടിഞ്ഞു പോകും. സൂക്ഷിച്ച് തന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് റിസ്ക്കുള്ള പണിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യും കൂടി ചെയ്യട്ടോ. ഓക്കെ, ബൈ ബൈ.